നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപ് MS, ഒരു ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ്. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. സംസാരിക്കാത്ത ആളെ കൊണ്ട് വാചാലമായി സംസാരിപ്പിക്കുന്നവനും നടക്കാത്ത ആളെ കൊണ്ട് പർവ്വതങ്ങൾ തരണം ചെയ്യാൻ പ്രാപ്തനാക്കുന്ന ആളുമായ സാക്ഷാൽ മാധവൻ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ മുൻപിൽ ഞാൻ പ്രണമിക്കുന്നു. ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകമാണ്. ഭഗവത്ഗീതയിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രധാന ഗ്രന്ഥമായ മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ ഒരു ഏടാണ്. അതുകൂടാതെ ഇതിനെ സ്വതന്ത്ര ഗ്രന്ഥമായി കണക്കാക്കുന്നവരുണ്ട്. ഉപനിഷത്തുക്കളുടെ സാരമായി കണക്കാക്കാം, വേദാന്ത സംഗ്രഹമായി കണക്കാക്കാം. സർവദർശനങ്ങളെയും ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുന്ന ഒരു പുസ്തകമായി കണക്കാക്കാം. ഭഗവാൻ കൃഷ്ണൻ അർജുനൻ്റെ വിഷാദത്തിനെ മാറ്റുന്ന ഇതിനെ ചില ആളുകൾ ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്സുകളുടെ ഗ്രന്ഥമായി കണക്കാക്കുന്നവരുണ്ട്. കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ്റെ, ഒരു ഡിപ്ലോമാറ്റിൻ്റെ വാചകങ്ങളായി കണക്കാക്കുന്ന ധാരാളം രാഷ്ട്രതന്ത്രജ്ഞന്മാരുണ്ട്. ഇങ്ങനെ ഉള്ള പല സന്ദർഭങ്ങളിൽ നിന്നും നമ്മൾ പരിശോധിക്കുന്നത് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഗൈഡായി എങ്ങനെ ഭഗവത്ഗീത പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയാണ്. ഭഗവത്ഗീതയിൽ അർജുന വിഷാദയോഗത്തിൽ അർജുനൻ അർജുനന് സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം. സേനകളുടെ മധ്യത്തിൽ, സ്വജനങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന അർജുനന് ആ സിറ്റുവേഷനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു, കഠിനമായ വിഷാദത്തിൽ പെടുന്നു. സ്ട്രെസ് എന്നും വേണമെങ്കിൽ കരുതാം, ആങ്സൈറ്റി ഡിസോർഡർ എന്നും വേണമെങ്കിൽ കരുതാം, ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ കരുതാം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന ഒരു വ്യക്തിയുടെ മനോനിലയെ എപ്രകാരമാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് പറയുന്നതാണ് ഭഗവത്ഗീതയുടെ സാരാംശം. അത് ഒരു മനഃശാസ്ത്രജ്ഞന് ഏറ്റവും ആവശ്യമായതുമാണ്. ഒരു അർജുനൻ വിഷാദിച്ചിരിക്കുമ്പോൾ അർജുനൻ പറയുന്നത്, അർജുനുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുത്സും സമുപസ്ഥിതം സീതന്തി മമഹ ഗാത്രാണി മുഖഞ്ച പരിശുഷ്യതി. എൻ്റെ ശരീരം തളർന്നു പോകുന്നു, നമ്മുടെ മുഖം വറ്റി വളർന്നു പോകുന്നു, ശരീരം വിറയ്ക്കുന്നു, രോമഹർഷം ഉണ്ടാകുന്നു തുടങ്ങിയ ആങ്സൈറ്റി ന്യൂറോസിസിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങളെയാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് അതിൽ നിന്ന് മോചനം തേടേണ്ടത് എന്ന് പറയുന്നതാണ് ഭഗവത്ഗീതയിലെ പ്രതിപാദ്യ വിഷയം. നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം കൃഷ്ണൻ ഒരു നല്ല ലിസണറായിട്ടാണ് കാണുന്നത്. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് നല്ലൊരു ലിസണറായിരിക്കുക എന്ന് പറയുന്നത്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രോതും ഇച്ഛ എന്നാണ്, കേൾക്കാൻ ഉള്ള ആഗ്രഹം പ്രകടിപ്പിക്കുക. അങ്ങനെ ആണ് അർജുന വിഷാദയോഗം. അതിനുശേഷം ഒരു നല്ല ഫ്രണ്ടായി മാറുക എന്ന് പറയുന്നതാണ് അടുത്ത സിറ്റിങ്ങിൽ വേണ്ടത്. അതാണ് കൃഷ്ണൻ സാഖ്യയോഗത്തിൽ ചെയ്യുന്നത്. അർജുനൻ പെട്ടെന്ന് തന്നെ ക്ലൈബ്യം മാസ്മഗമപ്പാർത്ഥ നൈതത്വ യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ടപരന്തപ. ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തിനെ മാറ്റിക്കൊണ്ട് നീ ഉണർന്നെഴുന്നേൽക്കുക, ഹൃദയത്തിൽ ധൈര്യം സംഭരിക്കുക എന്ന് പറയുന്നതാണ് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ പതിയെ തൻ്റെ ഐഡിയകളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് നടന്നുകൊണ്ട് ഒരു വലിയ മാറ്റമാണ് കൃഷ്ണനിൽ ഉണ്ടാവുന്നത്. കൃഷ്ണൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ രീതിയിൽ മാറി ഒരു ഗുരുവെന്നുള്ള രീതിയിൽ പല ഉപദേശങ്ങൾ നൽകുന്നു. കൂടാതെ ഒരു വിശ്വരൂപ ദർശന യോഗത്തിൽ തൻ്റെ വിശ്വാസത്തിലെ നിലനിർത്തുന്ന ഒരു വലിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഒരു വ്യക്തി എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തി തന്നെയാണ്. അതിനുള്ള കൃത്യമായ അവസരങ്ങൾ നൽകിയാണ് കൃഷ്ണൻ അർജുനന് വേണ്ടി ചെയ്യുന്നത്. അർജുനൻ പറയാണ്,
അർജുനനോട് പറയാണ് ശരി തെറ്റ് എന്ന് പറയുന്നതിനെ പറ്റി ഉള്ള വിവരണങ്ങൾ കൊടുക്കുകയാണ്. അതിൻ്റെ കൃഷ്ണൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്ന അർജുനനെ കൊണ്ട് ഈ സിറ്റുവേഷനെ തരണം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ മുന്നോട്ട് പോകാൻ ഉള്ള മാർഗമാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീടാണ് പറയുന്നത് എപ്രകാരമാണ് സ്വയം ഒരാളുടെ പ്രശ്നം തീരുമാനിക്കുന്നത് അയാൾ മാത്രമാണ്, അയാളുടെ പ്രശ്നത്തിനുള്ള പരിഹാരവും തീരുമാനിക്കുന്നത് അയാൾ മാത്രമാണ്. അപ്രകാരം ഈ പ്രശ്നങ്ങളുടെ പരിഹാരവും നിർദ്ദേശിക്കുന്നതിലൂടെ കൃഷ്ണൻ പറയുന്നത് കൂടാതെ ഈ പ്രശ്നങ്ങൾ സ്വന്തമായി അപഗ്രഥിച്ച് സ്വയം തീരുമാനിച്ച് കൃഷ്ണൻ പറയുന്നതിൽ നിന്ന് ശരി തെറ്റുകളെ തീരുമാനിച്ച് ശരിയെ നീ തീരുമാനിക്കൂ എന്ന് പറയുന്നതിലൂടെ കൃത്യമായ ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ തൻ്റെ മുന്നോട്ടുള്ള പാതയിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും എന്ന് പറയുന്നു. ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാം എന്ന് പറയുന്നു. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ മറ്റൊരു തരത്തിൽ വിശകലനം ചെയ്താൽ നമ്മുടെ മനസ്സിൻ്റെ തന്നെ ഒരു വലിയ ഈ ശരീരം രഥമിത്യാഹു എന്ന് പറയുമ്പോൾ ശരീരം രഥമാകുന്നു. ഈ അർജുനൻ്റെ തേര് എന്ന് പറയുന്നത് ശരീരമാണ്. ഈ ഇന്ദ്രിയങ്ങളാകുന്നു കുതിരകൾ, കടിഞ്ഞാൺ എന്ന് പറയുന്നത് മനസ്സാകുന്നു, തേരാളിയായ കൃഷ്ണൻ ബുദ്ധിയാകുന്നു, അതിനകത്തിരിക്കുന്ന അർജുനൻ സത്വം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് അർജുനനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് ഭഗവത്ഗീത അവസാനത്തിൽ പറയുന്നു, യത്ര യോഗേശ്വര കൃഷ്ണ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോർഭൂതി ധ്രുവാ നിഹിതിർ മദർ മമ. യോഗേശ്വരനായ കൃഷ്ണൻ, അതായത് കൃഷ്ണൻ ബുദ്ധിയുടെ ഉപയോഗിക്കുന്ന തലത്തിൽ നിൽക്കുമ്പോൾ, ബുദ്ധി ഉപയോഗത്തിൽ നിൽക്കുമ്പോൾ, എത്ര പാർത്ഥോ ധനുർധര, നമ്മളുടെ കർമ്മത്തിനെയും ബോധത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്ന വ്യക്തമായ സന്ദേശമാണ് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിലൂടെ കാണാൻ കഴിയുന്നത്. അതിലൂടെ ആ സിറ്റുവേഷനെ നമുക്ക് തരണം ചെയ്യാനുള്ള ശേഷി എപ്രകാരമാണ് നേടിയെടുക്കേണ്ടതെന്ന് പറയുന്നു. കൂടാതെ ഒരു രോഗമുണ്ടാകുന്ന നിലയിലേക്ക് ഈ സ്ട്രെസ്സ് പോകുന്നതിനെ തടയുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന കൃത്യമായ വിവരണങ്ങളും ഓരോ അധ്യായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കാം. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.